ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യജീവിതത്തെ ആഘോഷമാക്കി മാറ്റുന്ന പ്രകാശ വഴികളിലേക്ക് സ്വാഗതം. ഹൃദ്യമായ വാക്ക് തേനറ പോലെയാണ്. നല്ല വാക്കുകൾ കേൾക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കും. ചീത്ത വാക്കുകൾ കേൾക്കുവാൻ ആരും ഇഷ്ടപ്പെടാറുമില്ല. വളരെയധികം വിദ്യാഭ്യാസമുള്ള പല ആൾക്കാരും ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ചീത്ത വാക്കുകൾ സംസാരിക്കുമ്പോൾ പലരും പറയാറുണ്ട്, പലർക്കും തോന്നാറുണ്ട്, ഇവർ നേടിയെടുത്ത വിദ്യാഭ്യാസം കൊണ്ട് ഒരു അർത്ഥമോ ഒരു ലക്ഷ്യബോധമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഒരു പ്രയോജനമോ ഇല്ല എന്ന് തോന്നിപ്പോകാറുണ്ട്. നാം സംസാരിക്കുന്ന വാക്കുകൾക്ക് വളരെ വലിയ ഒരു സ്വാധീന ശക്തിയുണ്ട് എന്ന് പറയാറുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് വലിയൊരു ബഹളം നടക്കുകയായിരുന്നു. നേതാവ് എന്ന് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അടങ്ങടാ. അടങ്ങടാ എന്ന ആ ഒറ്റ ഒരു വാക്കുകൊണ്ട് ആ ബഹളം മുഴുവനും തന്നെ അവസാനിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാം പറയുന്ന ഓരോ വാക്കിനും വലിയ ശക്തിയാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. ചിലപ്പോഴൊക്കെ നാം കേൾക്കാറുണ്ട്, മൗനം വിദ്വാന് ഭൂഷണം, വിഡ്ഢിക്ക് അലങ്കാരം എന്നൊക്കെ നാം കേൾക്കാറുണ്ട്. അതെല്ലാം വാക്കിന്റെ ആ ശക്തിയെയാണ് തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നാം വായിച്ചിട്ടുണ്ട്, വാളുകൊണ്ട് വെട്ടി മരിക്കപ്പെട്ടവരെക്കാൾ കൂടുതൽ ആൾക്കാർ വാക്കുകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് നാം കേട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ ആശയങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നാം ധാരാളം വാക്കുകൾ ഇന്നത്തെ ദിവസം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിൽ നാം ചിലപ്പോൾ കരുപിടിപ്പിക്കുന്നുണ്ടാവാം. അപ്പോഴൊക്കെ ഏതെങ്കിലും വാക്ക് നമ്മുടെ മനസ്സിന്റെ നിറവിൽ നിന്നാണ് വാക്കുകൾ പുറത്തേക്ക് വരുന്നതെന്ന് പറയും. നമ്മുടെ മനസ്സിൽ നാം ആലോചിക്കണം. നാം ഏത് വാക്ക് സംസാരിക്കുന്നതിന് മുൻപും നാം ഒന്ന് ആലോചിക്കണം, നമ്മുടെ വാക്കുകൾ വഴിയായിട്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം ഒന്ന് ആലോചിക്കണം. ഒരു തീപ്പൊരി വീണാൽ മതി എല്ലാം പൊട്ടിത്തെറിക്കാനെന്ന് നമുക്കറിയാം. വാക്കിന്റെ കാര്യത്തിലും ഇത് വളരെ കൃത്യമായ കാര്യമാണ്. തീപ്പൊരി പോലെയാണ് ചിലപ്പോൾ വാക്കുകൾ. ഒരിക്കൽ ഒരു ഭവനത്തിൽ ജ്യേഷ്ഠാനുജന്മാർ വളരെ സഹോദര്യമായിട്ട് വളരെ സ്നേഹമായി കഴിഞ്ഞുകൊള്ളുകയായിരുന്നു. അനുജന്റെ വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് ജ്യേഷ്ഠൻ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയി തിരികെ വന്നു. എന്നിട്ട് ജ്യേഷ്ഠൻ അമ്മയോട് പറഞ്ഞു, ആ പെൺകുട്ടിക്ക് ഇന്ന കുറ്റമുണ്ട്, അവൾ നമ്മുടെ ഭവനത്തിന് യോജിച്ചവളല്ല എന്ന്. എന്നാൽ കൂടെ പോയ മറ്റു മനുഷ്യരെല്ലാം അവളെ പറ്റി വളരെ നല്ല കാര്യമായിട്ട് പറഞ്ഞു. അങ്ങനെ ആ ഒരു നെഗറ്റീവ് മറ്റ് പോസിറ്റീവുകളുടെ ഇടയിൽ മുങ്ങിപ്പോയി. അവസാനം കല്യാണം നടന്നു. പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന ഉടനെ ആ അമ്മ ആ പെൺകുട്ടിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞു, എടാ നീ നോക്ക്, നീയല്ലേ പറഞ്ഞത് ഇവൾക്ക് ഇന്ന കുറ്റമുണ്ടെന്ന്, എന്നാല് ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. ആ പെൺകുട്ടി ഞെട്ടിപ്പോയി. അവളുടെ മനസ്സിൽ അത് കിടന്നു. എന്തായാലും ആ പുത്തൻ പുതുക്കടി പാലോദേനോ പിന്നെ പുതുക്കടി എന്നൊക്കെയുള്ള ആ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ അനുജനെ ജ്യേഷ്ഠന് എതിരായി മാറ്റുവാൻ, ജ്യേഷ്ഠനെ കൊല്ലാൻ ഉദ്യമിക്കുന്ന ഒരു അനുജനായി മാറ്റുവാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചു എന്നതാണ് വാസ്തവം. കുറെ നാളുകൾ കഴിഞ്ഞ് അനുജൻ അസുഖമായി കിടന്നപ്പോൾ ഫ്രൂട്ട്സുമായിട്ട് അനുജനെ കാണാൻ ചെന്ന ജ്യേഷ്ഠൻ തന്റെ ഭാര്യ അടുത്തു നിൽപ്പുണ്ട് എന്ന് കണ്ടുകൊണ്ട് ജ്യേഷ്ഠൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കഴിക്കുവാൻ അനുജൻ വിസമ്മതിച്ചു. അങ്ങനെ ഒക്കെയുള്ള സംഭവങ്ങൾ അതെല്ലാം ആരംഭിച്ചത് ആ ഒറ്റ വാക്കിൽ നിന്നാണ്. അവിടെ വാക്കൊരു തീപ്പൊരിയായി മാറുകയായിരുന്നു. പലപ്പോഴും നാം പറയുന്ന വാക്കുകളുടെ അർത്ഥം നാം മനസ്സിലാക്കാറില്ല. പല വാക്കുകളുടെയും അർത്ഥം അറിയാൻ വയ്യാതെ അല്ലെങ്കിൽ അർത്ഥം അറിയാൻ പാടില്ല എന്ന് നടിച്ചുകൊണ്ട് പല വാക്കുകളും നാം ഉപയോഗിക്കാറുണ്ട്. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ബോട്ട് യാത്ര പോവുകയായിരുന്നു. ബോട്ടിലിരിക്കുന്നവരുടെ എല്ലാം ടിക്കറ്റ് എടുത്ത കണ്ടക്ടർ ആരോ ടിക്കറ്റ് എടുക്കാനുണ്ടെന്ന് കണ്ടുപിടിച്ചു.
അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു സായിപ്പാണ് ടിക്കറ്റ് എടുക്കാതിരിക്കുന്നതെന്ന് മനസ്സിലാക്കി. കണ്ടക്ടർ പതിയെ പറഞ്ഞു, തെണ്ടി. സായിപ്പ് ഇത് കേട്ടു. സായിപ്പിന് മനസ്സിലായില്ല അതിന്റെ അർത്ഥം. സായിപ്പ് അടുത്തിരുന്ന മലയാളിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദി മീനിങ് ഓഫ് തെണ്ടി? എന്താണ് അതിന്റെ മീനിങ്, അതിന്റെ അർത്ഥം എന്താണ്? തെണ്ടി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടുത്തിരുന്ന സരസനായ മലയാളി പറഞ്ഞു, റിച്ച് മാൻ, പണക്കാരൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. വിശ്വസിച്ചു. സാഹിബ് വളരെ സന്തോഷത്തോടുകൂടി ചാടി എഴുന്നേറ്റ് പോയി കണ്ടക്ടറോട് പറഞ്ഞു, യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം എ തെണ്ടി, മൈ ഫാദർ ഇസ് എ തെണ്ടി, മൈ ഗ്രാൻഡ് ഫാദർ ഇസ് എ തെണ്ടി, വാട്ട് ഡു യു വാണ്ട്? സാഹിബ് പറഞ്ഞു, ഞാനൊരു തെണ്ടിയാണ്, എന്റെ ഗ്രാൻഡ് ഫാദർ, എല്ലാവരും തെണ്ടികളാണ്, എന്ത് വേണമെന്ന് സാഹിബ് വളരെ വളരെ രസകരമായിട്ട് അർത്ഥം മനസ്സിലാക്കാതെ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇതുപോലെയൊക്കെ ചിലപ്പോൾ അർത്ഥം മനസ്സിലാക്കാതെ നാമും പലപ്പോഴും സംസാരിച്ചു പോകാറില്ലേ? പറയാറുണ്ട്, നാം പറയാനിരിക്കുന്ന വാക്കിന്റെ ഉടമയും പറഞ്ഞു കഴിഞ്ഞ വാക്കിന്റെ അടിമയുമാണ് മനുഷ്യൻ എന്ന് പറയാറുണ്ട്. നാം ഈ ദിവസം പറയാനിരിക്കുന്ന നല്ല വാക്കുകളുടെ ആണെങ്കിലും ചീത്ത വാക്കുകളുടെ ആണെങ്കിലും ഉടമകളാണ് നാം. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞ വാക്കുകളുടെ എല്ലാം അടിമകളാണ് നാം. പറഞ്ഞു കഴിഞ്ഞ വാക്കുകളൊന്നും തന്നെ മാറ്റി പറയുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഒരു കാര്യമേ നടക്കുകയുള്ളൂ, പശ്ചാത്തപിക്കാം. പറഞ്ഞു കഴിഞ്ഞ ചീത്ത വാക്കുകളെ ഓർത്ത് നമുക്ക് പശ്ചാത്തപിക്കാം. ഒപ്പം ഇനിയും നല്ല വാക്കുകൾ പറയാമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. അങ്ങനെ നാം പ്രതിജ്ഞയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ മഹത്വീകരിക്കപ്പെടുന്നത് നമ്മുടെ കർത്താവാണ്. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, നാം പറയുന്ന ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ശക്തിയും അർത്ഥവുമുണ്ട് എന്ന് സ്വന്തം അനുഭവങ്ങളിലൂടെ, സ്വന്തം ചെയ്തികളിലൂടെ കർത്താവ് വെളിവാക്കി തന്നിട്ടുണ്ട്. യേശു തമ്പുരാൻ പലപ്പോഴും സുഖപ്പെടുത്തുമ്പോൾ രോഗികളോട് പറഞ്ഞിട്ടുണ്ട്, സുഖമാകട്ടെ, ഒറ്റ വാക്കിനാൽ സുഖമാക്കിയിട്ടുണ്ട്. എഫാത്ത, തുറക്കപ്പെടട്ടെ എന്ന ഒറ്റ വാക്കിനാൽ തുറന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1 അധ്യായം 4 വാക്യത്തിൽ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ വെളിച്ചം ഉണ്ടായി. അവിടെയെല്ലാം വാക്കിന്റെ ആ ശക്തിയാണ് നാം കാണുന്നത്. നാം എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ, നാം അത് പറഞ്ഞാൽ അതുപോലെ തന്നെ നടക്കുമെന്ന് നമുക്കറിയാം. വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് തന്നെ നടക്കുമെന്ന് നമുക്കറിയാം. വാക്കിന് അത്രയധികം വലിയ ശക്തിയാണുള്ളത്. ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. തകർന്നടിഞ്ഞ് തരിപ്പണമായിരുന്ന ഒരു ഓഫീസ്. അവിടെയുള്ള ഓഫീസ് മേധാവിയോട് ആരോ ഒരു സുവിശേഷകൻ പറഞ്ഞു, താങ്കൾ ഇരിക്കുന്ന കസേര സ്വർണ്ണ കസേരയാണ് എന്ന് ദിവസവും പറയുക. അയാൾ അത് അനുസരിക്കാൻ തുടങ്ങി. അയാൾ ദിവസവും പറയാൻ തുടങ്ങി, ഞാനിരിക്കുന്ന കസേര സ്വർണ്ണ കസേരയാണ്, ഞാനിരിക്കുന്ന കസേര സ്വർണ്ണ കസേരയാണ്, അങ്ങനെ അദ്ദേഹം പറയാൻ തുടങ്ങി. കുറെ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനോഭാവത്തിൽ തന്നെ വ്യത്യാസം വരാൻ തുടങ്ങി. അദ്ദേഹം പണ്ട് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെട്ടോ അതേപോലെ അല്ലാതെ നല്ല രീതിയിൽ ഇടപെട്ടു തുടങ്ങി. സ്വർണ്ണ കസേരയിൽ ഇരിക്കുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ സ്വർണ്ണ കസേരയിൽ ഇരുന്ന് മറ്റുള്ള ആൾക്കാരുടെ പരാതികൾ കേട്ട് തീർപ്പ് കൽപ്പിക്കുന്ന ഒരു രാജാവ് എങ്ങനെ പെരുമാറുമോ അതേ രീതിയിലേക്ക് വളരുവാൻ തുടങ്ങി. മറ്റുള്ള ഓഫീസിലുള്ള ആൾക്കാരോട് സ്നേഹപൂർവ്വം പെരുമാറാൻ തുടങ്ങി. മറ്റ് കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ തങ്ങളുമായിട്ട് ഡീലിങ്സ് ഉള്ള മറ്റ് ഓഫീസുകളുമായിട്ട് ഉള്ള ഡീലിങ്സിലെല്ലാം ആ സ്വർണ്ണ ശോഭ പ്രാവർത്തികമാക്കുവാൻ, സ്വർണ്ണ ശോഭയെ പ്രോജ്വലിപ്പിച്ച് കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ നമുക്കറിയാം, സ്വർണത്തിന്റെ മൂല്യം വലുതാണ്. തന്റെ പ്രവൃത്തികളിലൂടെ മൂല്യം വർദ്ധിപ്പിച്ചു കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചപ്പോൾ ആ ഓഫീസിലും പുരോഗതി ഉണ്ടാകുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ആ ഓർഗനൈസേഷൻ തന്നെ, ആ സ്ഥാപനം തന്നെ പുരോഗതിയിലേക്ക് അതിശക്തമായിട്ട് വളരുവാൻ തുടങ്ങി. ഇതേ അവസരത്തിൽ തന്നെ മറ്റൊരു ഓഫീസില് ഒരു മനുഷ്യനിരുന്ന് പറയുകയാണ്, ഞാൻ ഇരിക്കുന്ന സ്ഥലം നശിച്ചു പോകുമെന്ന് ചിന്തിച്ചാൽ ആ സ്ഥലത്തിന് പുരോഗതിയല്ല അധോഗതിയാണ് ഉണ്ടാകുന്നത് എന്നും പറയുന്നുണ്ട്.